അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. പ്രതീക്ഷിക്കാത്ത പറഞ്ഞാല് ഓരോരുത്തർ വന്ന് ഇവിടെ ഉമ്മാനെ കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയും സങ്കടപ്പെട്ടാണ്. കാരണം ഉമ്മ എന്ന് പറഞ്ഞാല് അന്നെ ഒരുപാട് ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. ആ റെക്കോർഡ് ഞങ്ങൾക്ക് കേൾപ്പിച്ചരാ. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളമ്മ പോയത് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊന്ന് ഇക്കാടെ ഒരു ട്രോൾ എന്ന് വെച്ചാല് അത് കുടിക്കില്ല എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. വേറൊരാൾ ഇത് കുടിക്കാൻ പോയപ്പോഴത്തേക്കും അത് കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ശരിക്കും അതൊരു സത്യം പറഞ്ഞാൽ നമ്മളത് കണ്ട് ചിരിക്കാന്ന് ഉമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തളർത്തിയ ഒരു കാര്യമാണ് ഉമ്മയുടെ മരണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് ശരിക്കും? അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. പ്രതീക്ഷിക്കാത്ത പറഞ്ഞാല് ശരിക്കും പറ്റിയിരുന്നത് സൈലന്റ് അറ്റാക്ക് ആണ്. കാരണം ഒരുപാട് കൊല്ലം ഷുഗർ പേഷ്യന്റ് ആണ്. അത്രയും 500, 350 ഒക്കെയാണ് ഉമ്മാക്ക് ഷുഗർ ഉണ്ടായിരുന്നത്. ഇൻസുലിൻ ബുക്കും മരുന്ന് കുടിച്ചും നല്ല ക്ഷീണം കാര്യങ്ങള് എപ്പോഴും ഉണ്ടാകലുണ്ട്. പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ ആക്റ്റീവാണ്. പഞ്ച വീഡിയോ തന്നെ ഒരുപാട് വീഡിയോയിലും ചെമ്മുണ്ട്. യൂട്യൂബിൽ കണ്ടമാനം വീഡിയോയിൽ ഉണ്ടായിരുന്നു. കാരണം ഇമ്മ മരിച്ചപ്പോൾ ഇമ്മാനെ കാണാൻ വേണ്ടിയാണ്ട് തിരുവനന്തപുരം, കണ്ണൂർ ഭാഗത്തുനിന്ന് ഒക്കെ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസമായിരുന്നു ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. നമ്മളറിയാത്ത ആൾക്കാരാണ് നമ്മളെ വീട്ടിലേക്ക് വന്നിരുന്നത് അല്ലേ? എത്രങ്ങാനും ആൾക്കാർ നമ്മളെ വരിക്കൊന്ന് നമ്മളറിയാത്ത ആൾക്കാര്, നമ്മളെ വീഡിയോ കണ്ടിട്ട് ഉമ്മാനെ അറിയുന്ന ആൾക്കാരുണ്ടാവൂലേ? ഓരോരുത്തർ വന്ന് ഇവിടെ ഉമ്മാനെ കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയും സങ്കടപ്പെട്ടാണ്. കാരണം ഉമ്മ എന്ന് പറഞ്ഞാല് പാണ്ടിക്കാടങ്ങാടിയിൽ ഉമ്മാനെ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. എല്ലാവരോടും ഇന്നത്തെ അമ്മാനെ വർത്താനം, ഇന്നത്തെ കുരിപ്പേ, അങ്ങനെയാണ് ഉമ്മാക്കും ഇച്ചും അതേപോലെ ഇപ്പാക്കും മാത്രമുള്ള ഈ തൊള്ളല്ലേ. വേറെ ഞങ്ങളെ കുടുംബത്തിലൊരാൾക്കും ഇതില്ല. ഇപ്പി ഇങ്ങനെയാണ്, ഇമ്മി ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെയാണ്. രണ്ട് അൻസന്മാരുണ്ട്. ഓരൊക്കെ സൈലന്റ് ആണ്. വയലന്റ് തന്നെയാണ്. പക്ഷെ തൊള്ളന്റെ കാര്യത്തില് സൈലന്റ് അല്ല. പക്ഷെ കുഞ്ഞാന്റെ പോലെ അങ്ങോട്ട് സംസാരിക്കൂല, ഇതാവൂല. പിന്നെ ഒരു പെങ്ങളുണ്ട്. ഉമ്മാന്റെ പറഞ്ഞാൽ അങ്ങനെ അത് നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഇതാണ്. അതിപ്പം ഏറ്റവും എക്സാമ്പിൾ പറയാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ ഏറ്റവും എന്റെ ലൈഫിൽ ഏറ്റവും ബോറായിട്ടുള്ള നമ്മളെ പെരിയില് നമ്മളമ്മമാരില്ലെങ്കില് നമ്മളിപ്പോ വണ്ടി വന്നാണ്ട് ഇപ്പൊ നമ്മൾ എവിടേക്കും പോവാണെന്നുണ്ടെങ്കിൽ എടാ അജ്ജ എവിടെയാണ് എന്താ പെരയ്ക്ക് വരാത്തതെന്ന് ചോദിച്ചാല് നമ്മളമ്മ വേണം. ഇമ്മല്ലെങ്കിൽ ഒരാളും നമ്മളോട് ചോദിച്ചാല. ഇനിയിപ്പോ ഇവളാണെങ്കിൽ പറയും മനസ്സാ നിങ്ങളെ എവിടെയാണ് ചോദിച്ചു, വരുന്നില്ല ചോദിച്ചു. പക്ഷെ അമ്മ അങ്ങനെയല്ല അറിയാം. ഇവള് പറയണ മാതിരിക്കാരൻ ഉമ്മ പറയാം. ഉമ്മ പറയും അമ്മാൻ്റെ കുട്ടി വണ്ടിയേറ്റേ വല്ല പോണം കേട്ടോ, ശ്രദ്ധിച്ചണം കേട്ടോ, വല്ല കച്ചറിയിലോ ഇതിലൊന്നും ഉമ്മാൻ്റെ കുട്ടി പോവല്ലോ. ഈ ഒരു വാക്കും ഉമ്മാൻ്റെ ഉണ്ടാവും. അതേമാതിരി എൻ്റെ ഉമ്മാൻ്റെ ഒരുപാട് റെക്കോർഡുകളുണ്ട് ഇതിൽ. ഞാനങ്ങനെ ഇടക്ക് കേൾക്കും. ഇടക്ക് കേട്ടുകൊണ്ട് ഭയങ്കര ഇതാണ്. കാരണം അന്നെ ഒരുപാട് ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. ആ റെക്കോർഡ് ഞങ്ങൾക്ക് കേൾപ്പിച്ചരാ. പനി ഭേദായോ, എന്താ വർത്താനം, സുഖം ഉണ്ടോ? അതാർക്കുണ്ട് പനി പെട്ടെന്ന് മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചറബ് ഹൈറായ കാണിച്ചു തരട്ടെ. എന്റെ കുട്ടിന്റെ പനി എത്രയും പെട്ടെന്ന് അള്ളാഹു എനിക്ക് ശരിയാക്കി കൊടുക്കട്ടെ. അള്ളാഹ് ശരീരവേദനക്ക് ശിഫ കൊടുക്കണേ നാഥാ. അള്ളാഹു റബ്ബെ ഹൈറ് കൊടുക്കണേ. എല്ലാ രോഗങ്ങളെ തൊട്ട് കാക്കണേ. പനി എത്രയും പെട്ടെന്ന് ശരിയാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭേദമുണ്ടോ? അതിനുശേഷം ഞാൻ വിട്ട റെക്കോർഡ് ഇതിനുള്ളൂ. അതിനുശേഷം അല്ലാതെ ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ട് ഇത് വന്നിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കടന്ന ഒരു രംഗാണ്. ഞങ്ങൾ പിന്നെ കോളായി വരും. ഇതാണ് അവസാനം ഉമ്മ അയച്ച് വിട്ട റെക്കോർഡ് ഞങ്ങളെ ശരിക്കും അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നതോറും ഒരുപാട് റെക്കോർഡുണ്ട് ഉമ്മാന്റെ. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് ഞാൻ ഇവിടുന്നൊന്നും ഞാൻ ഇതാക്കൂല. ഉമ്മാന്റെ കൂട്ടം ആരെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഇവളോട് എന്താ പറയല്, ആ ഉമ്മാന്റെ വർത്തമാനം പറയണം കേട്ടോ പറയും. അത് കേൾക്കാച്ച താല്പര്യമില്ല അറിയും. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അടങ്ങാറാണ്. നേരെ മറിച്ച് ഞാൻ ഒറ്റക്ക് പോണ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വീഡിയോ ഇട്ട് ഉമ്മാന്റെ റെക്കോർഡുകളും കേട്ട് ഉമ്മാന്റെ വീഡിയോസും കണ്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്യണം. ഒറ്റക്ക് ഞാൻ ഇപ്പോൾ എറണാകുളത്ത് പോകാൻ ഒറ്റക്കാക്കാരം പോവാം, ചിലപ്പോൾ വയനാട് ഒറ്റക്കാക്കാരം പോവാം. അങ്ങനെയുള്ള ടൈമിൽ റൂമൊക്കെ എടുക്കുമ്പോൾ ഉമ്മാന്റെ വീഡിയോസും കാര്യങ്ങളും കണ്ട് അങ്ങനെ ഇതാവും. അത് നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ.
ഉമ്മാന്റെ നമുക്കെല്ലാം ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് ഉള്ളത്, പക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ട് കരഞ്ഞിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ടാവില്ല. ഞങ്ങളതിനാണ് എപ്പോഴും കാണുന്നോണ്ട് വല്ലാതെ അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളമ്മ പോയത് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉമ്മ മരിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വന്നൊരു ഇതാണ്, ഉമ്മ മരിച്ച് ഇത്രയും ദിവസം പിന്നെ എത്ര ആയിട്ടുള്ളൂ അപ്പത്തിന് നിങ്ങൾ വീഡിയോ ചെയ്യൽ തുടങ്ങി. ഞാൻ ഉമ്മ മരിച്ച് ഒരു 20 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ഇടുന്നത്. വീഡിയോ ഉണ്ട്, കാരണം നമ്മളമ്മ അങ്ങനെ മരിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ട്. പിന്നെ പറഞ്ഞാൽ നമുക്ക് പിന്നെ 40 കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ പ്രൊമോഷൻസും കാര്യം വന്നപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. 40 കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോക്കും നമ്മളെ ജോലി ഇതായതുകൊണ്ട് നമുക്ക് ഇടണല്ലോ, നമ്മളെ വരുമാനം ഇതായതുകൊണ്ട് നമുക്ക് പ്രൊമോഷൻ വീഡിയോ ഇട്ടാലുള്ള നമ്മള് ഇപ്പൊ വേറെ എന്തെങ്കിലും ജോലി ചെയ്യണോലാണെങ്കിൽ മരിച്ചൊരു 3-4 ദിവസം കഴിഞ്ഞ ഒരു ജോലിക്ക് ഇറങ്ങും അല്ലേ. അപ്പൊ നമുക്ക് നമ്മളൊരു പരിപാടി തന്നെ. ഞാൻ 20 ദിവസം വീഡിയോസൊക്കെ, പിന്നെ 40-ാം ദിവസമാണ് ഞാൻ വീഡിയോ ചെയ്തത്. 40 കഴിഞ്ഞിട്ടാണ് പിന്നെ പാലക്കാടത്തെ ഇതാണ് പ്രൊമോഷൻ ഫസ്റ്റ് നമുക്ക് കിട്ടിയത്.